ഹായ് ഫ്രണ്ട്സ്, ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 മുതൽ ഇന്ത്യയിൽ നമ്മുടെ ഫ്രീ ഫയർ ബ്ലോക്ക് ആയിരിക്കുകയാണെന്നുള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഗരീന ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യൽ ഇതിനെക്കുറിച്ച് ഒരു മറുപടി പോലും ഇതുവരെയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഫൈനലി ഫ്രീ ഫയർ ഇപ്പോൾ മറുപടി റിപ്ലൈ തന്നിരിക്കുകയാണ്. എന്താണ് ആ റിപ്ലൈ? എന്നായിരിക്കും നമ്മുടെ ഫ്രീ ഫയർ ഇവിടെ അൺബ്ലോക്ക് ആവുന്നത്? നമുക്ക് നോക്കാം. എല്ലാവർക്കും മാഹിൻ ഫൺ സീറോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മുടെ ഗരീന ഫ്രീ ഫയറിന്റെ മറുപടി എന്താണെന്ന് നോക്കാം. ഫ്രീ ഫയർ ഇന്ത്യയിൽ ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ് ഇവിടെ ഫ്രീ ഫയർ. ഗരീന ഫ്രീ ഫയറിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ ഒഫീഷ്യൽ ഫ്രീ ഫയർ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ വെരിഫൈഡ് കാണാൻ സാധിക്കും. ഇന്ത്യ ഒഫീഷ്യൽ ഫ്രീ ഫയറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കാണാം. നമുക്ക് ഇവരുടെ ബയോ കാണാം. ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യൽ വീഡിയോ ഗെയിം ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോർ ഗരീന ഫ്രീ ഫയർ ഇന്ത്യ. ഓക്കെ, നമുക്കിപ്പോൾ ക്ലിയർ ആയി. ഇന്ത്യ ഒഫീഷ്യലിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ക്ലിയർ ആയി. ഈ ഒരു ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫ്രീ ഫയർ ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ ചൂടെ കാണാൻ സാധിക്കും, സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇന്നലെ വരെ നമുക്ക് എല്ലാവർക്കും ഗരീന ഫ്രീ ഫയർ ഇന്ത്യ ഒഫീഷ്യൽ ആയിരുന്നു ഗൈസ്. ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഗരീന ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ എന്നാണ് ഫ്രണ്ട്സ് ഇവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഓഫ് ഗരീന ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ എന്ന് മാറ്റിയിരിക്കുകയാണ്. ഗരീന ഫ്രീ ഫയർ എന്നുള്ളത് ഗരീന ഫ്രീ ഫയർ മാക്സ് എന്ന് ആക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ഇവിടെ മാറ്റം വരുത്താൻ കാരണം? നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ബംഗ്ലാദേശിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഫ്രീ ഫയർ ഇന്ത്യയിൽ ബ്ലോക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഫയറിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ട് ഫ്രീ ഫയർ മാക്സ് എന്നാക്കി. ഇന്ത്യയിൽ അൺബ്ലോക്ക് എന്നാവുമെന്ന് ഫ്രീ ഫയർ ഇതുവരെയും ഒരു സൂചന പോലും അല്ലെങ്കിൽ നമുക്കൊരു മറുപടിയും നൽകിയിട്ടില്ല. ബട്ട് ഫ്രീ ഫയർ ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഫ്രീ ഫയർ ചേഞ്ച് ചെയ്തിട്ട് ഫ്രീ ഫയർ മാക്സ് എന്നാക്കിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാം. ഫ്രീ ഫയറിന്റെയും ഫ്രീ ഫയർ മാക്സിന്റെയും സെർവറൊക്കെ ഒന്ന് തന്നെ. എന്തായാലും ഫ്രീ ഫയറിന്റെ ബ്ലോക്ക് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂവും ഫ്രീ ഫയർ ഉടനെ പരിഹരിക്കുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ പുതിയ ഒരു ആപ്ലിക്കേഷൻസ് കാണാൻ സാധിച്ചേക്കാം. സോ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ മാക്സ് കളിക്കാം. അതായത് നമുക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിലൊക്കെ 2 GB റാമുള്ള മൊബൈലൊക്കെ ആണെങ്കിൽ, പ്രൊസസർ കുറവുള്ള മൊബൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് അതായത് സ്മൂത്തൊക്കെ ഇട്ട് കളിക്കാൻ നോക്കുക ഫ്രീ ഫയർ മാക്സ്. നമുക്ക് യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. എങ്ങനെയാണ് ഫ്രീ ഫയർ മാക്സ് സ്മൂത്തിലിട്ട് കളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ലോ ഡിവൈസുള്ള പ്ലേയേഴ്സാണ് എപ്പോഴും ഫ്രീ ഫയർ കളിക്കുന്നത്. നല്ല മാസമായിട്ടുള്ള മൊബൈലൊക്കെ ഉള്ളവരെല്ലാവരും ഫ്രീ ഫയർ മാക്സും കളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലൊക്കെ ലോ ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് റാമൊക്കെ ക്ലിയർ ചെയ്തിട്ട്, അത് മാത്രമല്ല ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് ദെൻ ഗൈസ് നമ്മൾ എന്തായാലും ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഫ്രീ ഫയർ മാക്സ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര GB റാമൊക്കെ ഉള്ള മൊബൈലൊക്കെ ആണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഫ്രീ ഫയറിലും ഫ്രീ ഫയർ മാക്സിലും OB33 അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഫ്രീ ഫയറിന് നല്ല രീതിയിലൊക്കെ ബാധിക്കും. മാർച്ച് 23 ആകുമ്പോഴായിരിക്കും ഫ്രീ ഫയറിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിൽ ഫ്രീ ഫയർ കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് എന്തായാലും ചെറിയൊരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ, ഒരു മാർച്ച് 23 ആകുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫ്രീ ഫയർ മാക്സ് ഒന്ന് മൊബൈലിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ലോ ഡിവൈസിൽ എങ്ങനെ കളിക്കാമെന്ന് നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ കളിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, മാക്സിമം സപ്പോർട്ട് തരിക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.